നിങ്ങൾ കണ്ടില്ലേ ഷാജി എന്ന് പറയുന്ന ഒരു മുസ്ലിം നേതാവ്, അവനൊരു പാകിസ്ഥാൻകാരൻ്റെ മനസ്സുള്ളവരാണ്. ആളാണ് എന്നെപ്പറ്റി ജാതിപരമായി വളരെ ആക്ഷേപിച്ച്. നിങ്ങൾ ഇന്ന് സ്ക്രീനിൽ കണ്ടു കാണും. പേര് കേട്ടാലാണ് പേരുന്നതാണ് മുസ്ലിമിൻ്റെ ഷാജി, KM ഷാജി MLA ആണ് മുസ്ലിമിൽ. അത് മുസ്ലിം എഴുതി പറഞ്ഞു വിട്ടിരിക്കുന്ന, നമ്മളെല്ലാം ചീത്ത പറയാൻ വിട്ടിരിക്കുന്ന ഒരു നാക്കാണ്. അവരെല്ലാം എവിടെയാണെന്ന് പ്രസംഗിക്കുന്നറിയാമോ? അതുപോലെ ഈ മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സെക്രട്ടറി ഗഫൂർ, ഇവരെല്ലാം പ്രസംഗിക്കുന്ന കേരളത്തിൽ നിന്നല്ല, അവർ ഗൾഫിൽ പോയി എന്നുള്ള പ്രസംഗമാണെന്ന് കേട്ടത്. ആ ഗൾഫിൽ പോയി പ്രസംഗിക്കുമ്പോഴാണ് അവരുടെ യഥാർത്ഥ മുഖം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇരട്ട മുഖമാണ്. അവരെല്ലാം പാകിസ്ഥാൻ മനസ്സോടുകൂടി ജീവിക്കുന്ന മുസ്ലിങ്ങളാണ്. എന്നിട്ട് ഇവിടെ മതേതരത്വം പറയും. ഈ മതേതരത്വം പറയുന്നവർ അവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഒരാളെങ്കിലും ഒരു ഹിന്ദുവിനെ എടുത്തുണ്ടോ? ഈ MLA ആയിട്ട് 10-20 ആളുകളെ ജയിപ്പിച്ചുകൊണ്ട് വരുന്നവർ ഒരു ഹിന്ദു ഒരു വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും അവർ സ്ഥാനാർത്ഥിയായി ജയിപ്പിച്ചിട്ടുണ്ടോ? ഇതൊന്നും പറയുമ്പോൾ പറയാനുള്ള തൻ്റെ പലർക്കുമില്ല. കാരണം അവർ വോട്ട് ചെയ്യില്ല. അവർ വോട്ട് ബാങ്കാണ്. ആ വോട്ട് ബാങ്കാണ്. എല്ലാവർക്കും ഭയമാണ്. ഇതുള്ള സത്യം ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ നിരന്തരം വേട്ടയാൽ എനിക്ക് വോട്ട് വേണ്ട. വോട്ട് വേണ്ടവരവരെ ഭയപ്പെടുന്നു. എനിക്ക് വോട്ട് വേണ്ടാത്തതുകൊണ്ട് എനിക്കൊരു ഭയവുമില്ല. പിന്നെ എന്നെ കൊല്ലുകയും എന്നെ കൊണ്ടൊന്ന് കൊല്ലാൻ ശ്രമിച്ചതാണ്. ഞാൻ ചത്തതാണ്. എന്നെ ആസിഡ് വെളിപ്പെറിഞ്ഞ് വന്നതാണ്. വഴിപാട് വെച്ചുകൊണ്ട് എന്തിനാണെന്നറിയാമോ? അനാചാരങ്ങൾ മാറ്റാൻ. അമ്പലത്തിൽ കള്ളുകൊള്ളുകയും പെണ്ണുങ്ങളെ തല്ലുകയും വെട്ടിക്കൊല്ലുകയും ചെയ്ത് ആ ആചാരം മാറ്റാൻ ശ്രമിച്ചപ്പോൾ സാധു താല്പര്യക്കാർ എന്നെ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ മാറിയില്ല. അപ്പോഴും ഞാൻ ഈ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ 3 മാസം പ്ലാസ്റ്റിക് സർജറി ചെയ്ത് കിടന്നവനാണ്. എൻ്റെ നിലപാടിൽ ഞാൻ മാറിയില്ല. പക്ഷേ ഇന്നിപ്പോൾ അവിടെ ശാന്തമായിട്ട് ഉത്സവം നടക്കുന്നു. അവിടെ ഒരു ആനയില്ല, അതുപോലെ തന്നെ ഈ കളുകളില്ല, ഇതൊന്നുമില്ല. അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് അച്യുതമേനോൻ അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഞാൻ ഗുരുവിൻ്റെ പ്രതിഷ്ഠിച്ചു. കരുണാകരൻ സാറിനെ കൊണ്ടുവന്നിരുന്നു. അതിനെന്നെ ഉപദേശിച്ചത് പത്രാധിപർ കെ സുകുമാരനായിരുന്നു. അദ്ദേഹം പറഞ്ഞു കള്ളുള്ള സംസാരിക്കാൻ ഗുരുദേവനെ പ്രതിഷ്ഠിക്കാമെന്ന്. അങ്ങനെ പ്രതിഷ്ഠിച്ചത് മാറ്റങ്ങൾക്ക് വേണ്ടി, ഒരുപാട് മാറ്റങ്ങൾക്ക് വേണ്ടി ധൈര്യമായി ചെറുപ്പത്തിലെ രംഗങ്ങളാണ്. എന്നെ ധൈര്യവും അതുപോലെ ഭയവും അതുപോലെ ധൈര്യവും ഇതെന്നെ എൻ്റെ കൂടെയുള്ളതാണ്.